ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു റോസസ് ടോക്ക് സ്ട്രീം. അപ്പൊ ഇന്ന് നമ്മുടെ ബാലിയിലുള്ള സെക്കൻഡ് ഡേ ആണ്. നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോണത് ഫസ്റ്റ് തന്നെ നമ്മളൊരു ഒരു പാലസും അത് കഴിഞ്ഞ് ഒരു ടെമ്പിളും പിന്നെ ഒരു അഡ്വെഞ്ചറസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ നൈറ്റ് പ്ലാൻ ചെയ്തേ. അപ്പൊ എല്ലാം കൂടെ നമുക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം അല്ലേ? റെഡിയാണോ എക്സ്പ്ലോർ ചെയ്യാൻ? നമുക്കപ്പോ ഹോട്ടലിന്ന് നമ്മളൊരു ക്യാബ് ബുക്ക് ചെയ്ത് അങ്ങനെയാണ് വന്നത്. അപ്പൊ നമ്മളിവിടെ ആ ചേട്ടനുണ്ട്. വാട്ട്സ് യുവർ നെയിം? Nyoman. Joman. Nyoman. Yoman. Yeah. Okay, apa Yoman? Nyoman. I'm born number 3. Like Bali people have special name. Okay. Yeah. Born number 1 must use name Wayan. Wayan. Number 2 Made. Number 3 Nyoman. Number 4 Ketut. Full name. Okay. അപ്പൊ ഈ പറഞ്ഞ സംഗതികളൊക്കെ ഉള്ള ഒരു ചേട്ടനാണ് നമ്മുടെ കൂടെ ഉള്ളത്. ആ ചേട്ടൻ ഞാൻ വഴിയെ കച്ചതാണ്. നമ്മളിത് ഉബുദ് പാലസിലേക്ക് പോണ വഴിക്കാണ് റാൻഡം ആയിട്ട് നമ്മൾ ഈ സംഭവം കണ്ടത്. ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ഇത് സിൽവർ ആൻഡ് ഗോൾഡ് ഫാക്ടറി ആണ്. ഈ സ്കൾപ്ചേഴ്സ് ഒക്കെ ഇവിടുത്തെ ട്രഡീഷണൽ ബാലനീസ് ഡാൻസിന്റെ ഇൻസ്പയർഡ് ആയിട്ടാണ് ചെയ്തതാണ്. നമ്മളിവിടെ ഇതിന്റെ അകത്തൊന്ന് കയറി എക്സ്പ്ലോർ ചെയ്യണമെന്ന് നമുക്ക് ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് അതിന്റെ സമയം അനുവദിച്ചില്ല. ഇതെന്താ സംഭവം എന്ന് ഞാൻ അവിടുത്തെ ഡ്രൈവറിന്റെ അടുത്ത് ചോദിച്ചു കഴിയുമ്പോൾ പുള്ളി പറഞ്ഞത് ബെഞ്ചാർ എന്നാണ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ലോക്കൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് പോലെ എന്തോ ആണ്. അവിടെയുള്ള ഓരോ ടീമുകളുടെയും അതിന്റെ പേരൊക്കെയാണ് അവിടെ സൈഡിൽ എഴുതി വെച്ചാണ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ പാലസ് കാണാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഉബുദ് പാലസിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മളവിടെ ആ ചേട്ടൻ ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ ഉള്ളിൽ കയറി കണ്ടിട്ട് വരണം. നമ്മളിപ്പോൾ ഈ ഉബുദ് പാലസിന്റെ എൻട്രൻസിലേക്ക് കയറി വരുമ്പോൾ തന്നെ അവിടെ കുറെ സ്റ്റാച്യൂസ് ഒക്കെ ഇരിക്കണം കണ്ടോ. അത് ഇവരുടെ ഗാർഡിയൻ സ്റ്റാച്യൂസ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. അത് ഈ പാലസിന്ന് നെഗറ്റീവ് എനർജീനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് ഇവിടുത്തെ ലോക്കൽസിന്റെ വിശ്വാസം. അവരുടെ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ. നമുക്ക് എന്തായാലും ഇതിന്റെ അകത്തേക്ക് കയറാം. നമ്മളിത് കയറുമ്പോൾ തന്നെ കാണുന്നതാണ് ഈ വലിയൊരു ഗേറ്റ്. ഇത് സിറ്റി തന്നെ ഉള്ളതാണെങ്കിലും പുറത്തൊക്കെ ഭയങ്കര ബഹളവും സംഭവങ്ങളും ഒച്ചയും സംഭവങ്ങളൊക്കെ ആണെങ്കിലും ഇതിന്റെ അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പീസ്ഫുൾ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കുറെ ഫോറിനേഴ്സ് ഒക്കെ അവിടെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാവരും ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളായിട്ടാണ് വന്നതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഗൈഡിന് അവരെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അവർക്ക് എല്ലാവർക്കും ഒരേപോലത്തെ സ്റ്റിക്കേഴ്സും അതിന്റെ ക്യാപ്പൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ എനിക്ക് തോന്നിയ എന്താ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഉള്ളതൊന്നും റാൻഡം ആയിട്ട് വന്നതല്ല. ഇവിടുത്തെ ഈ ബിൽഡിങ്ങിന്റെ ഡയറക്ഷന് പോലും ഓരോ മീനിങ് ഉണ്ട്. ഈ ഉബുദ് പാലസ് രാവിലെ കാണാൻ ഇങ്ങനെയാണെങ്കിലും ഇതിന്റെ നൈറ്റത്തെ വ്യൂ ഇതിലും അടിപൊളിയാണെന്നാണ് ഇവിടെ ഉള്ളവരൊക്കെ പറഞ്ഞാണ്. ഇന്ന് നൈറ്റത്തെ പരിപാടിയൊക്കെ നമ്മൾ ഓൾറെഡി പ്രീ പ്ലാൻ ചെയ്ത് വെച്ചതുകൊണ്ടാണ് നമ്മൾ നൈറ്റ് ഇങ്ങോട്ട് വരാൻ. അല്ലെങ്കിൽ നമുക്ക് നൈറ്റ് ഇവിടെ വന്ന് എക്സ്പ്ലോർ ചെയ്യാമായിരുന്നു. ഈ ഉബുദ് പാലസിന്റെ എല്ലായിടത്തും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും അവിടെ സ്പ്ലിറ്റ് ഗേറ്റ്സ് ഉണ്ട്. എന്തായാലേ നമ്മുടെ വീട്ടിലും സ്പ്ലിറ്റ് ആയിട്ടുള്ള ഗേറ്റ്സ് ഒക്കെ ഉണ്ട്, പക്ഷെ അതിന് ഇങ്ങനെ ഒരു മീനിങ് ഉണ്ടാവത്തില്ല. പക്ഷെ ഇവിടുത്തെ സ്പ്ലിറ്റ് ഗേറ്റ്സ് ഒക്കെ റെപ്രസെന്റ് ചെയ്യുന്നത് നല്ലതും ചീത്തയും രണ്ടും സൈഡ് ബൈ സൈഡ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു വിശ്വാസമാണ്. ബൈ ദ വേ ഇവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാൻ ഭയങ്കര പാടാണ്. സംഭവം ഭംഗിയൊക്കെ ഉണ്ടെങ്കിലും ട്രൈപോഡൊക്കെ വെച്ച് തിരിഞ്ഞു വരുമ്പോഴേക്കും ആ ക്യാമറയുടെ ഫ്രണ്ടിൽ മൊത്തം ആൾക്കാരായിരിക്കും. ഉബുദ് പാലസ് ഒക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്യാബിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോഴാണ് നമ്മൾ റോഡിന്റെ ഓപ്പോസിറ്റ് ഈ സംഭവം കണ്ടത്. അതൊരു മാർക്കറ്റ് പോലെയായിരുന്നു. അവിടെ കുറെ സംഭവങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, കുറെ ഹാൻഡ് ക്രാഫ്റ്റഡ് ഐറ്റംസ് ഒക്കെ. അത് കഴിഞ്ഞ് നമ്മളവിടുന്ന് നടക്കുന്ന സമയത്ത് നമ്മളൊരു കോക്കനട്ടിന്റെ ഒരു ഇത് കണ്ടു. നമ്മൾ വിചാരിച്ചു ടെൻഡർ കോക്കനട്ടിന്റെ കരിക്ക് മേടിക്കാം. അപ്പൊ നമ്മൾ കരിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം. കഴിക്കും ഓൾറെഡി കിട്ടി. എങ്ങനെയുണ്ട്? മധുരം ഉണ്ടാവും? മധുരം ഇല്ലേ? നമ്മളപ്പോ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ ഒരു വീശാമ്പളി പോലത്തെ ഒരു സാധനം മേടിച്ചു. വീശാമ്പളി എന്നാന്ന് തോന്നുന്നു പറയണം. അങ്ങനത്തെ ഒരു സാധനം മേടിച്ചു. ഇപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഇനി അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷനായ ഇവിടെ ടെമ്പിൾ കാണാൻ വേണ്ടി പോകണം. ടെമ്പിൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അടുത്ത് പോകണം. നമ്മളിപ്പോൾ വന്നത് തീർത്ഥ എംപുൾ ടെമ്പിളിലാണ് നമ്മൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. തീർത്ഥ എംപുൾ ടെമ്പിൾ, ഹോളി സ്പ്രിംഗ്. റൈറ്റ് നൗ നമ്മളിപ്പോൾ ഉള്ളത് ബാലിയുടെ മോസ്റ്റ് സീക്രട്ട് പ്ലേസിലാണ്, തീർത്ഥ എംപുൾ ടെമ്പിൾ. ഇവിടെ നമ്മൾ കയറാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടോക്കൺ തരും. നമ്മൾ ആ ടോക്കൺ എടുത്ത് നമ്മൾ ആ എൻട്രൻസിൻ്റെ അവിടെ സ്വൈപ്പ് ചെയ്താലാണ് നമുക്ക് എൻട്രി കിട്ടണത്. ബാലിന്ന് അറിയപ്പെടുന്നത് തന്നെ ഒരു ഐലൻഡ് ഓഫ് ഗോഡ്സ് എന്നാണ് പറയണേ. കാരണം നിങ്ങൾക്കത് കാണാനും അതിനെ ഫീൽ ചെയ്യാനും പറ്റും എല്ലായിടത്തും. ഇതാണ് ആ ടെമ്പിളിൻ്റെ എൻട്രൻസ് വന്നിട്ട്. നമ്മൾ കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പ്ലേസ് കാണാൻ പറ്റും.
നമ്മളിവിടെ ടെമ്പിൾ ആയതുകൊണ്ട് തന്നെ നമ്മളിങ്ങനത്തെ ഒരു മുണ്ടും ഷോളും അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് വേണം കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അവരുടെ ഒരു ഇതനുസരിച്ചിട്ട് നമ്മൾ കുറച്ച് റെസ്പെക്റ്റ് കൊടുക്കുന്നത് ഷോൾഡറും കവർ ചെയ്യണം, മുണ്ടും നമ്മുടെ മുട്ടും കൂടെ കവർ ചെയ്തിട്ടാണ് പോണത്. ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു മുണ്ടെടുത്ത് കവർ ചെയ്യണം. അതാണ് എടുക്കാൻ പോണേ. ഭയങ്കര കളർഫുള്ളാണ്. നനഞ്ഞാണല്ലോ ഇരിക്കണത് അല്ലേ? മുണ്ട് പോലെയാണ് എടുക്കണേന്ന് തോന്നണത് അല്ലേ? അതെ, അങ്ങനെയാണ് എല്ലാവരും എടുത്തേണ് അവിടെ. കണ്ടാ, അത് ചുമ്മാ അങ്ങനെ വിധി ചെയ്താൽ മതി. മൊത്തത്തിലില്ലാന്ന് തോന്നുന്നു. സൈഡിൽ വെറുതെ അങ്ങനെ കെട്ടിയാൽ മതി എല്ലാവരുടെയും. കണ്ടാ, സൈഡിലൊക്കെ ഗ്യാപ്പ് ഉണ്ട്. ബാഗ് മാറ്റ്, വെറുതെ എവിടെ ഇങ്ങനെ കെട്ടിട്ട് വെച്ചാൽ മതി. അങ്ങനെയാ ചെയ്യണേ. അങ്ങനെയല്ല, വെറുതെ കെട്ടിടാണ് സെറ്റ്. എന്താ മോനെ, അതന്നെ കൈൻഡ് ഓഫ് പാവാടയാണ്. കണ്ട, എല്ലാവരുടെയും മഞ്ഞ കളറാണ് പുറത്ത് വന്നേണേ. ആ യെല്ലോ ഷെയ്ഡിനെ പുറത്ത് വരുത്തണം. തിരിച്ചാണ്. ഇപ്പൊ ശരിയായി. എന്നിട്ട് അത് വെറുതെ ഇങ്ങനെ കെട്ടിടാൻ തോന്നും. ശരിക്കും നമ്മുടെ നാട്ടിലൊരു ആൽമരത്തിന്റെ സെറ്റപ്പ് ഒക്കെ ഉണ്ട്, ഒരു അമ്പലം വൈബൊക്കെ ഉണ്ട്. അവിടെ ആദ്യത്തേൽ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഇവിടെ ഈ മുണ്ട് ഇങ്ങനെ നനഞ്ഞിരിക്കുകയാണെന്ന്? അതിന്റെ കാരണം എന്താണെന്ന് കുറച്ചുകൂടി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ബാലിയിലുള്ള വൺ ഓഫ് ദ മോസ്റ്റ് യുണീക്ക് തിങ്സ് എന്ന് പറയുന്നതാണ് അവരുടെ ഒരു സ്പിരിച്വൽ ട്രഡീഷൻ. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവരവിടെ ഓഫറിങ്സ് ഒക്കെ കൊടുക്കുന്നതാണ്. അവിടെ വന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും അവരുടെ ടൂർ ഗൈഡൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ നല്ല അടിപൊളിയായിട്ട് അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മളങ്ങനെ ടൂർ ഗൈഡിനെ ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മുടെ കൂടെ ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു. പുള്ളി നല്ല അടിപൊളിയായിട്ട് പറഞ്ഞു തന്നു. ഏതായാലും പുള്ളി ഇതിൻ്റെ അകത്തേക്ക് കയറിയില്ലായിരുന്നു. പക്ഷെ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അവിടെ ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊരു 1000 വർഷങ്ങൾ പഴക്കമുള്ളതാണ്. വേൾഡിന്റെ പല ഭാഗത്തുനിന്നും ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവർക്ക് ടൂറിസ്റ്റ് ഗൈഡ് ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല കിടന്നും മറിഞ്ഞൊക്കെ നല്ല അടിപൊളി ഫോട്ടോസ് ടൂറിസ്റ്റ് ഗൈഡ്സ് ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇത് ഇൻസ്റ്റാഗ്രാം വർത്തിയായിട്ടുള്ളൊരു വീഡിയോയും കൂടിയാണ്. കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് വന്നൊരു സംഭവമായിരുന്നു ഈ തീർത്ഥ ടെമ്പിളിലുള്ള ഈ വാട്ടർ പ്യൂരിഫിക്കേഷൻ. ഇതിന് അത്രയും ഹൈപ്പ് കൊടുക്കണോണ്ട് കൂടെ തന്നെ ഇതൊന്നും അത്ര സേഫ് അല്ല എന്നും അതിന്റെ വെള്ളത്തിന്റെ ക്വാളിറ്റീനെ പറ്റിയിട്ടും ഒരു ടോക്ക് ഉണ്ടായിരുന്നു. ഒരു കോയിന് 2 വശമുള്ള പോലെ ഇതിന്റെ സത്യാവസ്ഥ നമുക്ക് അറിയാൻ പാടില്ലെങ്കിലും ഇവിടുത്തെ ഈ വാട്ടർ പ്യൂരിഫിക്കേഷൻ കൊണ്ട് മാത്രമല്ല ഇത് അത്ര ഫേമസ് ആയത്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു അറ്റ്മോസ്ഫിയറും അതിന്റെ ഒരു കാംനെസ്സും കൂടി ആയിരിക്കും. അത് കഴിഞ്ഞ് അതിന്റെ തൊട്ടടുത്തുള്ള ഒരു ഗോൾഡൻ ഫിഷ് പോണ്ടിലാണ് നമ്മൾ പോയത്. ഇതും ഈ അമ്പലത്തിന്റെ ഉള്ളിൽ തന്നെ വന്നതാട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിൽ പോയിട്ട് ഇവര് കഴിക്കുന്ന തീറ്റയൊക്കെ നമുക്ക് ആ സൈഡിൽ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടുത്തേക്ക് വരും. ഇവന്താ നമ്മളത് കൊടുത്തില്ലെങ്കിലും നമ്മുടെ അടുത്തേക്ക് വരും. നമ്മൾ വെറുതെ അവിടെ പോയി നിന്നാൽ മതി. ഇതാണ് ഞാൻ പറഞ്ഞ കട. പക്ഷെ കടയിൽ പോയിട്ട് നമ്മൾ മേടിച്ചത് ഈ ഫിഷിനുള്ള ഫുഡായിരുന്നില്ല, നമുക്കുള്ള ഫുഡായിരുന്നു. ഈ മീനുകൾക്കൊന്നും ഒരു പേടിയില്ലാണ്ടാണ് എല്ലാവരും കൂടെ ഈ സൈഡിലേക്ക് വന്നത്. ഇവിടുന്ന് ടെമ്പിളിൽ നിന്ന് നമ്മൾ എന്തായാലും ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. ഇനി നല്ലൊരു അടിപൊളി ഭയങ്കര ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ ചെയ്യാൻ പോണേ. കുറച്ച് അഡ്വെഞ്ചറസ് ആയിട്ടുള്ള ഒരു സംഭവം. അത് നൈറ്റിൽ ഇവിടെ ഓൾമോസ്റ്റ് ഒരു 5 മണി ആവാറായി. ഇനി എന്തായാലും നമുക്ക് 5 മണിയല്ലേ, 4 മണി ആവാറായി. 3:30 ആവാറായി. നമ്മൾ നല്ല എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു 50,000 ബനാന മേടിക്കാൻ പോകുന്നു. നോക്കി വാ. 20,000 10,000 വരെ എത്തി. ഒരു പഴക്ക് 10,000 പഴം $1 അല്ലേ? അങ്ങനെ നമ്മള് ബനാന മേടിച്ച്. കാരണം അങ്ങനെ 5 പറഞ്ഞ് അങ്ങനെ അല്ല 10 പറഞ്ഞ് 30 പറഞ്ഞ് 50 പറഞ്ഞ് 30 ആക്കി. പിന്നെ അത് 5 ആക്കി. കുറച്ച് അങ്ങനെ 5 ആക്കി. അങ്ങനെ 5-ന് 50,000 5,000-ന് നമുക്ക് ബനാന കിട്ടി. ഇവിടെ കൊറേ ഇങ്ങനെ സ്ട്രീറ്റ് ഷോപ്സ് സംഭവങ്ങളുണ്ട്. ഏത് ബാഗാണോ? വേണ്ട, പ്ലേസ് ഒക്കെ നല്ല രസമുണ്ട് കാണാൻ. നമ്മളിവിടെ ഒരു ബാഗ് തപ്പി വന്നതാണ്. Like this. Do you have different like that?
like that? Different? Only one? ഇവിടെ നമ്മളിങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും $1 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കും. നമ്മളാണെങ്കിൽ ഇവിടുന്ന് പുറത്ത് കിടക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മളൊക്കെ ഇതൊക്കെ ക്ലോസ് ചെയ്തിട്ട് വേണം ടെമ്പിളിൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അവിടെയാണ് നമ്മളെ ക്യാബ് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണേ. ഇതിനൊരു അന്ത്യമില്ലാന്ന് തോന്നണല്ലേ. ഇതിൽ എക്സിറ്റ് എവിടെയാണാവോ? ഫൈനൽ എക്സിറ്റ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റണില്ല. ഇത് നല്ല രീതിയിൽ മാർക്കറ്റിംഗ് പരിപാടിയുണ്ട്. കാരണം നമ്മൾ ആ ടെമ്പിളിൽ നിന്ന് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഈ കാണാവുന്ന ഷോപ്സ് എല്ലാം കഴിഞ്ഞിട്ട് വേണമായിരുന്നു ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊരു ഇച്ചിരി പണിയായിരുന്നു. നമ്മൾ ലാസ്റ്റ് ഇവിടെ എക്സിറ്റിൻ്റെ അടുത്ത് എത്തി. നമ്മളെന്തായാലും അങ്ങനെ ഫൈനലി നമ്മളിവിടെ പുറത്തെത്തി. നമ്മൾ ക്യാബൊക്കെ നോക്കിയിട്ട് പോകാൻ നോക്കട്ടെ. അപ്പം നല്ല അടിപൊളി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള അടുത്തൊരു അഡ്വഞ്ചറസ് നൈറ്റിലേക്കാണ് നമ്മൾ പോകണേ. അത് നമ്മൾ അടുത്ത വ്ളോഗിൽ കാണിക്കണതായിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഫ്രം റോസസ് ടാക്കസ്ട്രീ. ബൈ ബൈ.